ജോലിക്ക് പോണ പ്രവാസികൾക്കും, ജോലി കഴിഞ്ഞ് വരുന്നവർക്കും, അല്ലാത്തവർക്കൊക്കെ നല്ല എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. പേര് കേട്ടോ ഹംസെറ്റ് പപ്ലോഹ്. ഇനി പറയൂല കേട്ടാ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചിക്കനിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളത്തോടെ ചേർത്തിട്ട് കുക്കറിലിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഒരു പാനിലെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന 3 വെളുത്തുള്ളി ആദ്യം ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് കനം കുറച്ച് നീളത്തിലായിരുന്നു ഒരു സവാള ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൻ്റെ പുറകെ തന്നെ ഒരു പകുതി തക്കാളിയോട് ചേർത്തോളൂ കേട്ടോ. എല്ലാം അങ്ങോട്ട് വാടി കുഴഞ്ഞ് വരുമൊന്നും വേണ്ട. ഇനി ഉണ്ടല്ലോ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് 2 ഉരുളക്കിഴങ്ങ് ചേർത്തോളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് അതങ്ങനെ വഴന്ന് വന്നതിന് ശേഷം ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയോടെ ചേർത്തിട്ട് നല്ലോണം നട മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കില്ലേ, അത് വേണട്ടോ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ അതങ്ങോട്ട് മറന്നുപോയി. ഞാനൊരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് ഇനി ആ സ്റ്റോക്ക് ഞാൻ എന്ത് ചെയ്യുന്നാവോ. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം നമ്മൾ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കുക. ഇനി ഈ സമയം കൊണ്ടുണ്ടല്ലോ നമ്മുടെ ആ ഒരു ചിക്കനൊക്കെ ചെറിയ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. കിഴങ്ങൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ ഒരു ചിക്കൻ കിഴങ്ങിൻ്റെ എല്ലാ വശത്തേക്കും ഒരേപോലെ തന്നെ രീതിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ചെറുതാക്കി എറിഞ്ഞ ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നല്ലൊരു ആവി വന്നാലേ തീ ഓഫ് ചെയ്തോളൂ കേട്ടോ. ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഈ ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്യൂണ അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചേർത്തോളൂ കേട്ടോ. എനിക്ക് ആ ഒരു ട്യൂണിൻ്റെ ഫ്ലേവറിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല, അതാണ് ഞാൻ ചിക്കൻ ചേർത്തിരിക്കുന്നത്.